2024 ഒക്ടോബർ മുതൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബാരിഷ് ട്രെൻഡിലാണ് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തിയിരിക്കുന്ന നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ നിക്ഷേപം നടത്തിയ തുകയിൽ കുറവ് വരികയോ അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗെയിനിൽ നിന്ന് കുറവ് വരികയോ സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗെയിൻ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള SIP റൂട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒരിക്കൽ കൂടി വിശദീകരിക്കാനാണ്. നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം, ഷെയർ മാർക്കറ്റ് ഇതേപോലെ ഒരു ബാരിഷ് ട്രെൻഡിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിക്ഷേപം നടത്തിയ പലർക്കും അവരുടെ ക്യാപിറ്റലിൽ നിന്ന് തന്നെ ലോസ് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ പലപ്പോഴും വിചാരിച്ചേക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളെ ബേസിക് ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെൽത്ത് ക്രിയേഷനാണ്. അത് ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻ. ലോങ് ടൈമിലേക്ക് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള അൺസർട്ടനിറ്റീസ് പല സമയങ്ങളിലും നമ്മൾ നേരിടേണ്ടതായി വരും. അതേപോലെയുള്ള ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ മാത്രമായിരിക്കണം മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തുന്ന നിക്ഷേപം ലോങ് ടൈമിലേക്കായിരിക്കണം. നിങ്ങൾ ദീർഘകാലത്തേന് നടത്തുന്ന നിക്ഷേപങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു ബെനിഫിറ്റ് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉദാഹരണമായിട്ട് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് HDFCയുടെ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. 1995 മുതൽ ഈ ഫണ്ട് നിലവിലുണ്ട്. ഇപ്പോൾ ഏകദേശം 30 വർഷമായി. ഈ ഫണ്ട് തുടങ്ങിയ കാലം മുതൽ ഇതിൽ നിസ്സാരം ഒരു 1000 രൂപ ഒരു വ്യക്തി SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 2,13 ലക്ഷം രൂപയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, 30 വർഷം കൊണ്ട് ആ നിക്ഷേപം ഏകദേശം 2,13 ലക്ഷം രൂപയായിട്ട് വളർന്നിരിക്കുന്നു. ഇതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാത്തമാറ്റിക്സ് ഒന്നുമില്ല. ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് ആവറേജ് ആനുവൽ റിട്ടേൺസ് 21.5% നൽകിയിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്താലും 30 വർഷം കൊണ്ട് ഞാൻ ഈ പറയുന്ന 2,13 ലക്ഷം രൂപ എത്തും. 1995 10 രൂപ മുഖവിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത ഈ ഫണ്ട് ഇന്ന് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 1983 രൂപയോളമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഈ ഫണ്ടിൻ്റെ പ്രൈസ് 2000 രൂപയിലും മേളിലുണ്ടായിരുന്നു. മാർക്കറ്റിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് നടന്ന ഇടിവിനെ ബേസ് ചെയ്തിട്ട് ഈ ഫണ്ടിൻ്റെ NAV-യിലും കുറവ് വന്നിട്ടുണ്ട്. ഞാനും ഈ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ്. ഞാൻ ഏകദേശം 2002 മുതൽ ഞാൻ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാനും ഈ ഫണ്ടിലുള്ള നിക്ഷേപം അതേപോലെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും അതിനടുത്തുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയേനെ. 2002 സ്റ്റാർട്ട് ചെയ്ത നിക്ഷേപം 2008-2009 എനിക്ക് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു. 2012 ഏകദേശം 13 വർഷങ്ങൾക്ക് മുന്നേ HDFC ഫ്ലെക്സി ക്യാപ്പിൽ നടത്തിയ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് ഇപ്പോൾ ഏകദേശം 556% ആബ്സല്യൂട്ട് റിട്ടേൺസ് ആണ് എനിക്ക് ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 6.5 ഇരട്ടിയോളം എൻ്റെ നിക്ഷേപം വളർന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഫണ്ടിൽ കുറേ വർഷങ്ങളായിട്ട് ഞാൻ SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അതിൽ നിന്നും എനിക്ക് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ്, അതായത് ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളൊരു ഫണ്ടിൽ നിക്ഷേപം നടത്തി 3-4-5 വർഷം നിങ്ങൾ ആ ഫണ്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഏകദേശം 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ വന്നിട്ടുണ്ടാവാം. അപ്പം കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റും SIP റൂട്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് ആവറേജിങ്ങിൻ്റെ എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ 5-10 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നല്ലൊരു കോർപ്പസ് ആയിട്ട് വളർന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു 100%, 200%, 300% റിട്ടേൺസ് ഒരു 10 വർഷം കൊണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കാലാകാലങ്ങളിൽ മാർക്കറ്റിലുണ്ടാകുന്ന ഇടിവുകൾ പല സമയങ്ങളിലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺസിൽ നിന്ന് 10% ഒക്കെ ചിലപ്പോൾ കുറവ് വരുത്തിയിട്ടുണ്ടാവാം. കഴിഞ്ഞ 4-5 മാസമായിട്ട് നമ്മുടെ വിപണിയിൽ നടക്കുന്ന ഇടിവ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റെ തന്നെ ഈ ഫ്ലെക്സി ക്യാപ്പിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഇടിവിന് മുന്നേ എനിക്ക് ഈ ഫണ്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺസ് ഏകദേശം ഒരു 560-565% ആബ്സല്യൂട്ട് റിട്ടേൺസ് ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഫണ്ടിൻ്റെ റിട്ടേൺസ് കാണിക്കുന്നത്
556% ആബ്സല്യൂട്ട് റിട്ടേൺ ആണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത്, എനിക്ക് 560% ആബ്സല്യൂട്ട് റിട്ടേൺ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 10, 15, 20% കുറഞ്ഞാലും ഓവറോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂവിനെയോ അല്ലെങ്കിൽ എനിക്ക് ജനറേറ്റ് ചെയ്ത റിട്ടേൺസിലോ അധികം എഫക്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആയിരിക്കണം. ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ചേഞ്ചസുകളോ അല്ലെങ്കിൽ 5%, 10%, 15% കറക്ഷൻസ് ഒക്കെ വന്നേക്കാം. ഈ കറക്ഷനൊക്കെ വന്ന് മാർക്കറ്റ് നോർമലൈസ് ആകുമ്പോൾ ഇതിലും ശക്തിയായിട്ടുള്ള രീതിയിൽ മാർക്കറ്റ് മുന്നിലേക്ക് പോവുകയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകളിൽ നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നടത്തുന്ന നിക്ഷേപം ഒരു 5 വർഷം, 7 വർഷം, 10 വർഷം കഴിയുമ്പോൾ നല്ലൊരു കോർപ്പസ് ആയിട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ വിപണിയിൽ ഉണ്ടാകുന്ന ഈവൻ മേജർ ആയിട്ടുള്ള കറക്ഷൻസ് പോലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന 300-400% റിട്ടേൺസിൽ നിന്ന് 10-20% കുറവ് വരുമ്പോൾ അത് നമ്മളെ ഓവറോൾ ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇതേപോലെ നടത്തുന്ന നിക്ഷേപങ്ങളിലുള്ള പ്രത്യേകത. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആകുക. മാർക്കറ്റിൽ ഇതേപോലെയുള്ള ചേഞ്ചസുകൾ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ വിപണിയെ ഈ നെഗറ്റീവ് സോണിലേക്ക് നയിച്ചതിന് മെയിനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. നടത്തുന്ന താരിഫ് യുദ്ധം ഇനി എത്ര നാളുകൂടി കണ്ടിന്യൂ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാകും. കാരണം ഓരോ ദിവസവും ഇതേപോലെയുള്ള പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി സ്വന്തം രാജ്യത്തെ മോശമായിട്ടുള്ള രീതിയിലേക്ക് നയിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾക്കും ഇതേപോലെയുള്ള സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പോളിസി എത്ര നാൾ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും ഇത് ഷോർട്ട് ടൈമിൽ നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും മീഡിയം ടു ലോങ് ടൈമിലേക്ക് നമ്മുടെ വിപണി കഴിഞ്ഞ കാലങ്ങളിൽ തന്നതുപോലുള്ള ചിലപ്പോൾ ഒരു ഡബിൾ ഡിജിറ്റ് റിട്ടേൺസ് നമുക്ക് നൽകാൻ ചിലപ്പോൾ സാധിച്ചിട്ടില്ല എങ്കിലും റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അസറ്റ് അലോക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റബിൾ പോർട്ട്ഫോളിയോ, നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ്, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോള്, ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ റീഅലോക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ 100% ഇക്വിറ്റിയിൽ ആണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ മേജർ പോർഷനും സെക്ടർ സ്പെസിഫിക് അല്ലെങ്കിൽ തീമാറ്റിക് ആയിട്ടുള്ള ഫണ്ടുകളിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ റീഅലോക്കേഷൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുക, വേണ്ട രീതിയിലുള്ള റീഅലോക്കേഷൻസ് ചെയ്യുക. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് കമ്പനികളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളോ ഇന്നത്തെ സാഹചര്യത്തിൽ ലംസമായിട്ടുള്ള നിക്ഷേപങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഇതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത്. കാരണം വിപണി ഇത്രയും കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിലും പല മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ വാല്യുവേഷൻ ഇപ്പോഴും കൂടുതലാണ്. അത് ചിലപ്പം ഇനിയും മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു ചെറിയൊരു കറക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വിപണിയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഏകദേശം 65% കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് ലാർജ് ക്യാപ്പ് കമ്പനീസാണ്. അപ്പോൾ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടുതൽ പോർഷൻ ലാർജ് ക്യാപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തണമെന്നാണ് ഇതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ SIP റൂട്ടിൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാമെന്നും പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ദീർഘകാലത്തേനാണ് നിക്ഷേപം നടത്തുന്നത്, അതായത് ഒരു 5 വർഷത്തിന് മേളിലേക്കാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ അധികമായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിക്ഷേപം നടത്തുന്നതിൽ ഗ്യാരണ്ടി ഒന്നുമില്ല എങ്കിൽ തന്നെ നമ്മൾ എടുക്കുന്ന റിസ്കിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺസ് നമുക്ക് ലഭിക്കുമെന്ന് തന്നെ
പ്രതീക്ഷിക്കാം. ഞാൻ ഈ വീഡിയോയിൽ ചില മ്യൂച്വൽ ഫണ്ടുകളുടെ പേര് മെൻഷൻ ചെയ്തു. അത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കരുത്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് ഒരുപാട് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പണം നഷ്ടപ്പെടുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തികൾ, ആംഫി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തികളുടെ അഭിപ്രായവും അഡ്വൈസും എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200ഓളം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.